കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം 3 പന്നി ഫാമുകൾക്കും സ്ഥാപനങ്ങൾക്കും പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. പന്നി ഫാമുകൾക്ക് 40,000 രൂപയും ഇരുളിൽ പ്രവർത്തിച്ചു വരുന്ന ഫുഡ് കോർട്ടിനും കിസാൻ സർവീസ് സൊസൈറ്റിക്കും 5,000 രൂപ വീതവുമാണ് പിഴ ചുമത്തിയിട്ടുള്ളത്. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് മാലിന്യം അശാസ്ത്രീയമായി കൈകാര്യം ചെയ്തതിന് ഇരുളിലെ 3 പന്നി ഫാമുകൾക്ക് 40,000 രൂപ പിഴ ചുമത്തിയത്. പന്നി ഫാമുകൾ പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചിരുന്നതെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തിയിട്ടുണ്ട്. ബിജുമോൻ വർഗീസിന്റെ ഉടമസ്ഥതയുള്ള കുറുമുണ്ടയിലെ പന്നി ഫാമിൽ മലിനജലം കുന്നിൻ ചെരുവിലേക്ക് ഒഴുക്കിവിട്ടതായും അറവ് മാലിന്യം സമീപത്തെ കുഴിയിൽ തള്ളിയതിനും മാലിന്യം അശാസ്ത്രീയമായി കൈകാര്യം ചെയ്തതിനും 20,000 രൂപയും മധു നമ്പ്യാരുടെ ഉടമസ്ഥതയിലുള്ള പന്നി ഫാമിൽ മലിനജലം കുന്നിൻ ചെരുവിലേക്ക് ഒഴുക്കിവിട്ടതിനും മാലിന്യം അശാസ്ത്രീയമായി കൈകാര്യം ചെയ്തതിന് 15,000 രൂപയും ലിജോ കേട്ടിയുടെ ഉടമസ്ഥതയിലുള്ള പന്നി ഫാമിൽ മാലിന്യം അശാസ്ത്രീയമായി കൈകാര്യം ചെയ്തതിന് 5,000 രൂപയും സ്ക്വാഡ് പിഴയിട്ടു. എല്ലാ പന്നി ഫാമുകളിലും ജൈവ മാലിന്യങ്ങൾക്കൊപ്പം കൂടിയ തോതിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും സ്ക്വാഡ് കണ്ടെത്തിയിരുന്നു. ഹോട്ടലുകൾ, കാറ്ററിംഗ് യൂണിറ്റുകൾ എന്നിവിടങ്ങളിൽ നിന്നും പന്നി ഫാമിലേക്ക് പ്ലാസ്റ്റിക് ഉൾപ്പെടെ ഉള്ള മാലിന്യങ്ങളാണ് വൻതോതിൽ ശേഖരിക്കപ്പെടുന്നത്. ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ സൂക്ഷിച്ചതിന് ജില്ലയിലെ ചില ഹോട്ടലുകൾക്ക് സ്ക്വാഡ് നേരത്തെ പിഴ ചുമത്തിയിരുന്നു. സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യം പൊതുസ്ഥലത്ത് കൊണ്ട് നിക്ഷേപിച്ചതിന് ഇരുളിൽ പ്രവർത്തിച്ചു വരുന്ന ഫുഡ് കോർട്ടിനും കിസാൻ സർവീസ് സൊസൈറ്റിക്കും 5,000 രൂപ വീതം സ്ക്വാഡ് പിഴ ചുമത്തിയിട്ടുണ്ട്. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ അഷറഫ് PP, എൻഫോഴ്സ്മെന്റ് ഓഫീസർ രഘുവരൻ TV, അലൻ ബേബി, ദിബിൻ CK, കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് ക്ലർക്ക് അബ്ദുള്ള KK എന്നിവരും പങ്കെടുത്തു.